ഇപ്പോൾ അഭിഷേകം പ്രാചിച്ച കമ്മിറ്റി ഉണ്ടെങ്കിൽ എൻ്റെ സാറേ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. എങ്ങനെ ഈ അഭിഷേകമുള്ള ആളുകൾ ആത്മ നടത്തുന്ന ആളുകൾക്ക് എങ്ങനെ ഭിന്നത ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഭിന്നത വ്യാപരിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഭിന്നത നിലനിർത്താൻ പറ്റും? പറ്റത്തില്ല. ഇപ്പം കുമ്മനാട് കൺവെൻഷൻ ഞാൻ 60 വർഷം മുമ്പ് സ്റ്റേജ് ചെയ്യുന്ന ആളാണ്. അപ്പൻ രാഷ്ട്രീയ നേതാവായിരുന്നു. അപ്പൻ കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ നേതാവ്. അപ്പൊ ചുമ്മാതല്ല ഈ 10 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞാൽ ഇന്ന് സമ്പത്തിനും അല്ലെങ്കിൽ അധികാരത്തിനും അല്ലെങ്കിൽ പ്രതാപത്തിനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രംഗത്തേക്ക് സഭ കൂടുതൽ ശ്രദ്ധിക്കുന്നു. അന്ന് അപ്പോസ്തലന്മാരുണ്ട് സഭയിൽ, അന്ന് സഭയ്ക്ക് ഇടയന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ടായിരുന്നു, പിന്നെ ഉപദേഷ്ടാക്കന്മാരുണ്ടായിരുന്നു, സുവിശേഷം ഉണ്ടായിരുന്നു. ഇന്ന് സുവിശേഷ സഭയ്ക്കില്ല, അതിന് പാസ്റ്റർമാർ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് അമേരിക്കയിൽ നിന്ന് സ്റ്റാൻലി ജോർജ് എന്നോട് കൂടെയുണ്ട്. സ്റ്റാൻലി ജോർജിനെ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ അനുഗ്രഹീതനായ ഒരു ദൈവദാസനായിരുന്നു. പാസ്റ്റർ വി.സി. ജോർജ്. പാസ്റ്റർ വി.സി. ജോർജിൻ്റെ മകനാണ് സ്റ്റാൻലി ജോർജ്. അതിനേക്കാൾ ഉപരി IPCയുടെ യുവജന പ്രസ്ഥാനമായ PYPAയുടെ പ്രവർത്തനങ്ങളിലൂടെ വളർന്നു വരികയും IPCയുടെ ജനറൽ കൗൺസിൽ വരെ എത്തുകയും ചെയ്ത അൽമായരുടെ കൂട്ടത്തിൽപ്പെട്ട പ്രമുഖനായ വ്യക്തികളിൽ ഒരാളാണ് സ്റ്റാൻലി ജോർജ്. ഇപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ താമസിക്കുകയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. വിവിധ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ടെലിവിഷൻ മാധ്യമത്തിലൂടെയും യൂട്യൂബുകളിലൂടെയും അദ്ദേഹത്തെ മലയാളി പ്രേക്ഷകർക്ക് പരിചിതനാണ്. അമേരിക്കയുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം സംസാരിക്കാറുണ്ട്, വിവിധ ഇൻ്റർവ്യൂകളിൽ അദ്ദേഹം പങ്കെടുക്കാറുണ്ട്. ഇവിടെ നമ്മൾ അദ്ദേഹവുമായിട്ട് സംസാരിക്കുവാൻ പോകുന്ന ആദ്യത്തെ വിഷയം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ തന്നെയാണ്. IPCയുടെ ഒരു ശുശ്രൂഷകൻ്റെ മകനായിട്ട് അദ്ദേഹം ജനിച്ചു വളർത്തപ്പെട്ടു. അപ്പോൾ ഇതിനകത്ത് വളർന്ന ഒരാൾ, അത് കണ്ട ഒരാൾ, അതിൻ്റെ ഭാഗമായ ഒരാൾ. ഇപ്പോഴത്തെ IPCയുടെ സാഹചര്യങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിൽക്കുമ്പോൾ തന്നെ IPCക്ക് പറയുവാൻ കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രമുണ്ട്. അതോടൊപ്പം ആ ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച നിരവധി വ്യക്തികളുണ്ട്. സ്റ്റാൻലി ജോർജിൻ്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രത്യേകത, അസാധാരണമായ ഓർമ്മശക്തിയുള്ള വ്യക്തിയാണ്. സഭയുടെ കാര്യങ്ങളിൽ താല്പര്യം കൂടി ആയതുകൊണ്ട് പഴയ കാലത്ത് നമ്മൾക്കാർക്കും അറിയാത്ത പല ചരിത്ര വസ്തുതകളും അദ്ദേഹത്തിന് നമ്മുടെ മുൻപിൽ ഷെയർ ചെയ്യുവാനുണ്ടാകും. നമുക്ക് സ്വാഗതം ചെയ്യാം സ്റ്റാൻലി ജോർജിനെ. സാറേ, നിങ്ങൾ വലിയ ഒഫീഷ്യലായിട്ടൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയെങ്കിലും അതിനേക്കാളെല്ലാം ഉപരി നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ഒരേ ഒരു സമാനത എന്ന് പറയുന്നത് നമ്മൾ രണ്ടുപേരും പാസ്റ്റർമാരുടെ മക്കളാണ്. നമ്മുടെ രണ്ടുപേരുടെയും പിതാക്കന്മാർ IPCയിലെ പാസ്റ്റേഴ്സ് ആയിരുന്നു. ഞാൻ മലബാറിലാണ് ജനിച്ചു വളർന്നത്. സാറ് മധ്യ തിരുവിതാംകൂറിൽ കുമ്പനാടും ഒക്കെയാണ് സ്വദേശം. എത്ര വർഷമായി അമേരിക്കയിലായിട്ട്? ഞാൻ 35 വർഷമായി. 35 വർഷമായിട്ട് അമേരിക്കയിൽ താമസിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയത്തിലാണ് കൂടുതൽ സമയം ഇടപെടുന്നതും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒപ്പം മാധ്യമരംഗത്ത് ഈ അമേരിക്കയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജിയോ പൊളിറ്റിക്സ് സാഹചര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്കതിനേക്കാളെല്ലാം വ്യത്യസ്തമായി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ IPCയുമായി ബന്ധപ്പെട്ട നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സാറുമായിട്ടൊന്ന് സംസാരിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. ബാല്യം ഫെയ്ത്ത് ഹോമുകളിൽ വളർന്ന ബാല്യമാണ്. അപ്പം നമ്മൾ ഈ സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കുമ്പനാട് വെച്ച് കാണുന്നത് ഞാനന്ന് എനിക്ക് തോന്നുന്നത് 10ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുന്ന സമയമാണ്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് കുമ്പനാട് വരുന്നത്. നിലമ്പൂരിൽ നിന്ന് ട്രെയിൻ കയറി കുമ്പനാട്ട് വരികയാണ്. വന്നതിനൊരു ഉദ്ദേശമുണ്ട്. പാസ്റ്റേഴ്സിൻ്റെ മക്കളുടെ ഒരു സമ്മേളനം കുമ്പനാട്ട് വെച്ച് നടക്കുന്നു. IPCയിൽ ആദ്യത്തെ സംഭവമാണ്. അവിടെ വെച്ചാണ് ഞാൻ സ്റ്റാൻലി ജോർജിനെ ആദ്യമായിട്ട് കാണുന്നത്. സാർ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയാം. സാറിൻ്റെ ഓർമ്മശക്തി വലുതായതുകൊണ്ട് ഓർക്കുന്നുണ്ട്. 1985. അപ്പോൾ ആ സംഭവം ഒന്ന് പറഞ്ഞേ, പ്രേക്ഷകർക്ക് അതിനകത്ത് താല്പര്യം കാണും, IPCക്കാരായ പ്രേക്ഷകർക്ക് താല്പര്യം കാണും. പാസ്റ്റേഴ്സിൻ്റെ മക്കൾ എപ്പോഴും ഇങ്ങനെ കണ്ണിൻ്റെ മുൻപിൽ വിമർശിക്കപ്പെടുന്നവരും ചോദ്യം ചെയ്യപ്പെടുന്നവരും ഒക്കെ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഈ പാസ്റ്റേഴ്സിൻ്റെ മക്കളെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയപ്പോൾ അതൊരു വലിയ കോളിലൊക്കെ സൃഷ്ടിച്ച കാര്യമാണ്. അപ്പോൾ അതൊന്ന് പറഞ്ഞേ. അത് പാസ്റ്റർ ജോൺ ഡാനിയൽ ഞങ്ങളുടെ ഭവനത്തിലൊരു കൺവെൻഷൻ വന്ന് കഴിഞ്ഞ ശേഷമായിട്ട് ആഹാരം കഴിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കഴിക്കുന്നത് ഞാൻ അവിടെ നിൽക്കുന്നു. അദ്ദേഹം പറഞ്ഞു സ്റ്റാൻലി ഇരിക്കുക. ഞാൻ പറഞ്ഞു പാസ്റ്റർ കഴിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പാസ്റ്റർമാരുടെ മക്കൾ എപ്പോഴും ഇങ്ങനെയാണ്, അതിഥികൾ കഴിഞ്ഞിട്ട് പിന്നെ വല്ലതും ഉണ്ടെങ്കിലൊക്കെ കഴിക്കാൻ പറ്റും, അതായിരിക്കാം. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഈ പാസ്റ്റർമാരുടെ മക്കളുടെ വിവിധ വിഷയങ്ങൾ സംസാരിച്ചു.
അപ്പോൾ അവിടെ ഒരു ആശയം ഉണ്ടായി, പാസ്റ്റർമാരുടെ മക്കൾ ഇത്തരം അനുഭവങ്ങൾ ഒരുമിച്ച് കൂടി പങ്കുവച്ചാൽ എങ്ങനെ ഇരിക്കും? അത് വലിയൊരു അനുഭവമായിരിക്കും, അത് നല്ലൊരു കൂട്ടായ്മയായിരിക്കും. അത് എങ്ങനെ അത് അവതരിപ്പിക്കണം? അത് അവതരിപ്പിക്കാൻ അന്നത്തെ സഭാ നേതാവായിരുന്ന ഫസ്റ്റ് TS അബ്രഹാമിന് പറഞ്ഞെങ്കിൽ നടക്കുക കാര്യം. അദ്ദേഹം അന്ന് സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറയണം. അപ്പോൾ അങ്ങനെ ഞാൻ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഫസ്റ്റ് TS അബ്രഹാമായിട്ട് വന്ന് കണ്ടു സംസാരിച്ചു. അദ്ദേഹം ആ സമയത്ത് ഫെബ്രുവരിയിലെ പാസ്റ്ററാണ്. അത് എനിക്കറിയാവുന്ന കാര്യം, നിങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തു. അതെ. സ്റ്റാൻലി വന്ന് TS അബ്രഹാമിനോട് സംസാരിക്കുന്ന സമയത്ത് അവിചാരിതമായി എന്നുള്ള നിലയിൽ പാസ്റ്റർ ജോൺ ഡാനിയൽ അവിടേക്ക് പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് സ്റ്റാൻലി പറഞ്ഞ ഒരു വലിയ ആശയമാണല്ലോ എന്ന് പറഞ്ഞ് ഈ കാര്യം TSനെ കൺവിൻസ് ചെയ്യിക്കുന്നു. ഇതാണ് സംഭവിച്ചത്. അദ്ദേഹം പറഞ്ഞെന്ന് വരാൻ പാടില്ല, പാസ്റ്റർ മകൻ ഞാൻ തന്നെ മുമ്പോട്ട് കൊണ്ടുവന്ന ആശയമെന്ന് വരണം. എന്നാൽ അദ്ദേഹം അതിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കണം. അത് ഞങ്ങൾ പറഞ്ഞു വെച്ചിരുന്ന ഒരു കാര്യമാണ്. ഞാൻ സിഗ്നൽ കൊടുക്കുന്നു, ഞാൻ പോകുന്നു, അദ്ദേഹം വരുന്നു. എങ്കിലും അദ്ദേഹം TS അബ്രഹാം അത് വളരെ താല്പര്യപൂർവ്വം സ്വീകരിക്കുകയും പെട്ടെന്ന് തന്നെ അദ്ദേഹം അതിനുള്ള കത്ത് തയ്യാറാക്കി IPCയിലെ TS അബ്രഹാമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യമേ, ഞാൻ ഒത്തിരി എതിർത്തിട്ടുള്ള, വളരെ നേർക്ക് നേർ നിന്ന് എതിർത്തിട്ടുള്ള, ഞാൻ വളരെ പ്രായത്തിൽ വളരെ താഴെയാണെങ്കിലും നേർക്ക് നേർ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് പാസ്റ്റർ TS അബ്രഹാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒത്തിരി നല്ല ഗുണങ്ങൾ എനിക്ക് പറയാനുണ്ട്, ഒത്തിരി നല്ല ഗുണം. അതിലൊരു കാര്യം, നമ്മളൊരു കാര്യം അദ്ദേഹത്തോട് പറഞ്ഞാൽ, അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടാൽ പിന്നെ അതിന് ഒരു മാറ്റം ഉണ്ടാകും. അദ്ദേഹം അത് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിത്വമാണ്. തീർച്ചയായും ഞങ്ങൾ തമ്മിൽ വളരെ കൗൺസിലൊക്കെ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പരസ്പരം വളരെ അതിരൂക്ഷമായി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ഈ കൗൺസിൽ ഹാളിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കൈ കൊടുത്താൽ കൈ തരുന്നതിന് ഒരു മടിയുമില്ലാത്ത നേതാവായിരുന്നു. അതെ. ഫസ്റ്റ് TS അബ്രഹാം IPC നേതാക്കന്മാരിൽ വളരെ വ്യത്യസ്തമുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയ നൈർമല്യം, ലളിതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, സൗഹാർദ്ദം, സ്നേഹം, അതുപോലെ ആളുകളെ ഇത്ര ഓർത്തിരിക്കുന്ന ഒരാൾ IPC കണ്ടിട്ടില്ല. എല്ലാവരും പേര് അദ്ദേഹത്തിന് അറിയാം. കേരളത്തിലെ എല്ലാ പാസ്റ്റർമാരെയും നേരത്തെ അറിയാവുന്ന ഒരേ നേതാവ് ഒരു പക്ഷെങ്കിൽ TS അബ്രഹാം മാത്രമുണ്ടായിരിക്കും. അത് ദീർഘകാലം അദ്ദേഹം സഭയുടെ നേതൃത്വം ഇരുന്നതിൻ്റെ ഒരു കാര്യം കൊണ്ടാണ് അത്. അദ്ദേഹം പിന്നെ എല്ലാവരെയും ശ്രദ്ധിക്കും, അദ്ദേഹം എല്ലാവരെയും കേൾക്കും, നമ്മളെ ശ്രദ്ധിക്കും, നമ്മളെ ബഹുമാനപ്പെടുത്തൽ ശ്രദ്ധിക്കും. ഒരു പക്ഷേ വിയോജിപ്പുണ്ടെങ്കിൽ തന്നെ വിയോജിപ്പ് വളരെ സ്നേഹത്തിൻ്റെ ഭാഷ അദ്ദേഹം പറയുകയും ചെയ്യും. പക്ഷേ പല കാര്യങ്ങളിലും അഡമന്റ് ആയിരുന്നു. പുള്ളിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തിരുത്തണ വലിയ പാടുമായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. അത് IPC നേതാക്കന്മാർ പൊതുവെ അഡമന്റ് ആണല്ലോ. അവരെല്ലാവരും അവരുടെ ഒരു നിലപാട് അവർ എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് എനിക്ക് വ്യക്തിപരമായിട്ടൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ എൻ്റെ ഫാദർ മരിച്ചു. കോട്ടയത്ത് ഞാൻ താമസിക്കുമ്പോഴാണ് എൻ്റെ ഫാദർ മരിക്കുന്നത്. ആ കാലഘട്ടമൊക്കെ എന്ന് പറയുന്നത് ഞാൻ ഈ TS അബ്രഹാം വിരുദ്ധ ഗ്രൂപ്പിൽ ഒരു പ്രധാനപ്പെട്ട ആളായിട്ട് നിൽക്കുന്ന കാലഘട്ടമാണ്. അപ്പം എൻ്റെ ഫാദർ മരിച്ചു. ഞാനങ്ങനെ ആരെയും ഒഫീഷ്യലി ഇവരെ ആരെയും വിളിക്കുകയോ എടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. കോട്ടയത്താണ്, ഫിലദൽഫിയയിലാണ്. അവിടെ കോരിച്ചൊരിയുന്ന മഴയാണെന്ന് ഈ ഫ്യൂണറലിൻ്റെ. ആ മഴയത്ത് ഞാൻ നോക്കുമ്പോൾ TS അബ്രഹാം കയറി വരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒരു സാധ്യതയും, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടില്ല, വരാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ വരേണ്ട കാര്യമില്ല. പുള്ളി അവിടെ വരെ വരേണ്ട ഒരാവശ്യമില്ല. പക്ഷേ പുള്ളി അതിനുവേണ്ടി കുമ്പനാട്ടിൽ നിന്ന് അവിടെ വന്ന് ഫ്യൂണറൽ പങ്കെടുത്ത് പോകുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം എനിക്ക് വ്യക്തിപരമായിട്ടും എനിക്ക് അദ്ദേഹത്തോട് ഒത്തിരി ആദരവുള്ള ഒരു IPCയിലെ പാസ്റ്റേഴ്സിനോട് അദ്ദേഹത്തിന് ഉണ്ടായ പ്രത്യേക ഒരു താല്പര്യമുണ്ട്, സ്നേഹബന്ധമുണ്ട്, സൗഹാർദ്ദം. അതെല്ലാം തന്നെ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്ന ആളാണ്. TS അബ്രഹാം IPCയിലെ ഒരു വളരെ അനുഗ്രഹീതനായ ദൈവദാസനായിരുന്നു. തീർച്ചയായിട്ടും അത് സഭയ്ക്ക് അനുഗ്രഹമായിരുന്നു. വിയോജിപ്പുകളുണ്ട് പുള്ളിയുടെ കാലഘട്ടത്തിൽ. പക്ഷേ അതെല്ലാം നമ്മൾ പറയുമ്പോഴും പുള്ളിയുടെ കാലഘട്ടത്തിൽ സഭയിൽ ഒരു ഭിന്നത ഉണ്ടായില്ല. പുള്ളിയുടെ പിതാവിന്റെ കാലത്ത് 2 തവണ ഭിന്നത ഉണ്ടായി, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. TS അബ്രഹാമിന്റെ കാലത്ത് ഒത്തിരി വിയോജിപ്പുകൾ നമുക്കുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സഭ ഭിന്നിക്കാതെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പറയുന്നതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. തീർച്ചയായിട്ടും ഉണ്ട്. അത് തന്നെയല്ല, അത് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞു പല കാര്യങ്ങൾക്കും. ചർച്ചയിലൂടെയും സമവായത്തിലൂടെയൊക്കെ അത് ആ ഒരു പരിഹാര പ്രവർത്തനത്തിലും അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. പരിഹരിച്ചു പോകണം എന്ന കാര്യത്തിൽ. അപ്പം നമ്മൾ ശുശ്രൂഷന്മാരുടെ മക്കളുടെ കാര്യം പറഞ്ഞു. TS അബ്രഹാമും ഒരു ശുശ്രൂഷന്റെ മകനാണ്. അതെ. TS അബ്രഹാം, പാസ്റ്റർ PM ഫിലിപ്പ്, ഡോക്ടർ TV തോമസ്, ഡോക്ടർ ആബേൽ ഹോറിയസ്, ഇങ്ങനെ നിരവധി പ്രമുഖരായ പ്രശസ്തരായ പാസ്റ്റർമാരുടെ മക്കൾ പങ്കെടുത്ത മീറ്റിംഗാണത്. അപ്പോൾ അത് IPCയിൽ ആദ്യമായിട്ടാണ് പാസ്റ്റർമാരുടെ മക്കൾക്കായിട്ടൊരു സമ്മേളനം. 2 ദിവസം ക്യാമ്പിലാണ്, കുമ്മനാടാണ്. അതിലാണ് സാൻകുട്ടി
ഞാൻ വരുന്നത്. അവിടെ വെച്ചാൽ ഞാൻ സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. സാറിനെ മാത്രമല്ല, ഈ IPCയിലെ പല പ്രമുഖരെയും ആദ്യമായിട്ട് ജീവിതത്തിൽ, കാരണം ഇവരാരും മലബാറിൽ വരാറില്ലല്ലോ. കാരണം ഞങ്ങൾ മലബാറിൽ ജനിച്ചു വളർന്നു. ഇത് ഇത്രയും യാത്രാ സൗകര്യങ്ങളൊന്നും വന്നില്ലായിരുന്നു. പിന്നെ വളരെ അപൂർവമായി മാത്രം ഏതെങ്കിലും ലീഡേഴ്സ് മലബാറിലേക്കൊക്കെ വല്ല കൺവെൻഷനോ അല്ലെങ്കിൽ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടിയോ വരുമെന്നല്ലാതെ IPCയിലെ ഈ ഒരു ജനറേഷനിൽപ്പെട്ട ലീഡേഴ്സ് ഒന്നും മലബാറുകാർക്ക് പരിചിതരല്ല. ഇന്നും അങ്ങനെയാണ്. പലരും ഈ മലബാറിലെ പല മീറ്റിങ്ങുകൾക്കും ഡേറ്റ് ഒക്കെ കൊടുത്തിട്ട് സമയമാകുമ്പോൾ വേറെ അസിസ്റ്റന്റിനെ വിടുന്ന രീതിയൊക്കെ ഇപ്പോഴും ഉണ്ട്. പണ്ടും അങ്ങനെ മാറ്റും. ഓക്കെ, എനിവേ അത് പോട്ടെ. അപ്പം പിന്നെ അന്ന് ആ മീറ്റിംഗ് സത്യത്തിൽ സക്സസ് ആയിരുന്നു. പക്ഷെ അതിനൊരു തുടർച്ച ഉണ്ടായില്ല. ഇല്ല, അത് നമ്മൾ വീണ്ടും അത് നടത്തണമെന്നൊരു ആഗ്രഹത്തിലാണ് പിരിഞ്ഞെങ്കിലും പിന്നീട് ഉണ്ടായില്ല. പക്ഷെ ആ മീറ്റിംഗ് വളരെയധികം ശ്രദ്ധേയമായിരുന്നു. കാരണം ശക്തമായിരുന്നു. കാരണം പാസ്റ്റർമാരുടെ മക്കൾ കടന്നു വന്ന് ഒരുമിച്ച് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും അവർ നേരിടുന്ന കാര്യങ്ങളൊക്കെ തന്നെ പരസ്പരം അറിയാനുള്ള ഒരു നല്ലൊരു അവസരമായിരുന്നു അത്. പിന്നെ IPCയിലെ അന്നത്തെ പ്രശസ്തരായ പാസ്റ്റർമാരുടെ മക്കൾ ഒക്കെ വന്ന് അവരെ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന സന്ദേശങ്ങളും അവരുടെ ഇടപെടലും ഒക്കെ തന്നെ ആ മീറ്റിങ്ങിനെ വളരെയധികം വിജയകരമാക്കി. പക്ഷേ വീണ്ടും അങ്ങനൊരു ആവർത്തനം ഉണ്ടായില്ല എന്നുള്ള ഒരു കുറവായിട്ട് ഞാൻ കാണുകയാണ്. കുറവ് മാത്രമല്ല സാറേ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അന്ന് തുടങ്ങിയ എത്രയോ വർഷം മുമ്പാണ്, നമ്മൾ 10-30 വർഷം മുമ്പ് തുടങ്ങിയ ആ ഒരു 85-40 വർഷം മുമ്പാണ്. അതെ. അപ്പോൾ അന്ന് തുടങ്ങിയ ആ ഒരു മീറ്റിംഗ് വെച്ച് അതൊരു മൂവ്മെന്റ് ആക്കി മാറ്റിയിരുന്നെങ്കിൽ ലോകം മുഴുവൻ IPCയിലെ പാസ്റ്റേഴ്സിന്റെ മക്കൾ ഉന്നതമായ നിലയിലെത്തി എത്രയോ ആളുകളുണ്ട്, 100 കണക്കിന് ആളുകളുണ്ട്. നമുക്കിവരെ ഒന്നിച്ചു കൂട്ടിയിരുന്നെങ്കിൽ എത്രയോ പേരെ നമുക്ക് സഹായിക്കാമായിരുന്നു. എത്രയോ പേർക്ക് ഒരു കൈത്താങ്ങ് കൊടുക്കുവാൻ സാധിക്കുമായിരുന്നു. പിന്നീടുള്ള പാസ്റ്റേഴ്സിന്റെ മക്കൾക്ക് വേണ്ടി ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമായിരുന്നു. അന്ന് ഞാനതൊക്കെ പ്രതീക്ഷിച്ച വളരെ ആവേശത്തോടെയാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. പക്ഷെ അന്ന് നമ്മൾ കൊച്ചു പയ്യനാ. അന്ന് ആ മീറ്റിംഗ് നടത്തുമ്പോൾ തന്നെ നമ്മൾ ഒരു മീറ്റിങ്ങിൽ ഒതുക്കാൻ വേണ്ടി അല്ല, എന്നെ സംബന്ധിച്ചോളം അത് ഒരു മൂവ്മെന്റായിട്ട് പോകണം. പാസ്റ്റർമാരുടെ മക്കൾ ഒരു കൂട്ടായ്മയായിട്ട് മുമ്പോട്ട് പോകണം. അപ്പോൾ തന്നെ നമ്മുടെ പിന്നാലെ വരുന്ന ജൂനിയേഴ്സ് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും പിന്നെ പാസ്റ്റർമാരുടെ മക്കളുടെയൊക്കെ വിജയങ്ങളിൽ ആ വിജയങ്ങളുടെ ഒരു ഭാഗം, അവരുടെ അനുഗ്രഹത്തിൻ്റെ ഭാഗം മറ്റുള്ള പാസ്റ്റർമാരുടെ മക്കൾക്ക് വേണ്ടി മാറ്റി വെക്കുകയും അവരെ പഠിപ്പിക്കാനും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അവരെ സഹായിക്കാനുള്ള ഒരു ശക്തീകരണം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹിച്ചാൽ തുടങ്ങിയത്. പക്ഷെ അത് അവിടെ വെച്ച് തന്നെ ഉണ്ടായില്ല. മുളയിലെ നുള്ളി കളഞ്ഞെന്ന് പറഞ്ഞാൽ അത് ആരാ നുള്ളിയെന്ന് എനിക്കറിയത്തില്ല. ഇന്നും പ്രസക്തമാണ്, ഇന്നും അത് ആവശ്യമാണ്. കാരണം പാസ്റ്റേഴ്സിന്റെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും സമ്പന്നരുടെ മക്കളല്ല. എത്രയോ പാസ്റ്റർമാർ ഇന്നും ഫെയ്ത്ത് ഹോമുകളിൽ അവരുടെ മക്കൾക്ക് ശരിയായ വിദ്യാഭ്യാസമില്ല. സാറിന് ഫെയ്ത്ത് ഹോം അനുഭവങ്ങൾ വല്ലതും ഉണ്ടോ, അതോ നിങ്ങൾ വീട്ടിൽ തന്നെയായിരുന്നു? ഫെയ്ത്ത് ഹോം അനുഭവം ഉള്ള എനിക്ക്, അതാണ് എൻ്റെ മൊത്തം അനുഭവം. കാരണം ഞാൻ 3 വയസ്സിൽ വീടും കാര്യവും ഉണ്ട്. വീടെല്ലാം വിട്ടല്ലേ പോയത്. കുമ്മനാട്ടായിരുന്നു. കുമ്മനാട്ട് വീടും എല്ലാ സൗകര്യങ്ങളും വിട്ടാണ് ഫാദർ. ഞാൻ 3 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ പെങ്ങളെയുമായിട്ട് വയല എന്നുള്ള സ്ഥലത്തേക്കാണ് ആദ്യം പോകുന്നത്, വയലയിലേക്ക് പോകണം. അപ്പോൾ അദ്ദേഹം ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പാസ്റ്ററാകാൻ വേണ്ടി അല്ല പഠിച്ചത്, ബൈബിൾ പഠിക്കാൻ വേണ്ടി പഠിച്ചാണ്. മാർത്തോമ സഭയിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോരുന്നു. അദ്ദേഹം രാഷ്ട്രീയ നേതാവൊക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം വിട്ട് പെട്ടെന്ന് മാറിയപ്പോൾ അപ്പൻ രാഷ്ട്രീയ നേതാവായിരുന്നു. അപ്പൻ കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ നേതാവായിരുന്നു. അപ്പൊ ചുമ്മാതല്ല, ഈ 10 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ചെന്നിട്ട് രാഷ്ട്രീയം പറ്റില്ല. അല്ല, അദ്ദേഹം ഈ ആലപ്പുഴ ജില്ലാ നേതാവായിട്ട് CM സ്റ്റീഫനൊപ്പം പ്രവർത്തിച്ചു. TM വർഗീസിന്റെ വലങ്കയായിരുന്നു. അന്ന് ഈ കേരള കോൺഗ്രസ് ഉണ്ടാകുന്നതിന് മുമ്പ് പി.ടി. ചാക്കോ, KM ജോർജ് ഒക്കെ ഒരുമിച്ച് പ്രവർത്തിച്ച അന്നത്തെ നേതാക്കളുടെ ഒരാളാണ് അദ്ദേഹം. വലിയ കരുത്തറ്റ ഒരു ആവേശകരമായ ഒരു രാഷ്ട്രീയ ജീവിതമായിരുന്നു. പിന്നെ സഭ നേതാവായിരുന്നു. മർത്തോമ സഭയുടെ ഒക്കെ വലിയ വളരെ സജീവമായ. പക്ഷേ IPCയിൽ അദ്ദേഹം ഒരു ലീഡർഷിപ്പ് ലെവലിലേക്കൊന്നും വന്നില്ല. അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം അതിനുവേണ്ടി വളരെ കാര്യമായി പരിശ്രമിച്ചില്ല. അദ്ദേഹം ഒരു സെൻട്രൽ പാസ്റ്ററാകാൻ പോലും അദ്ദേഹം പരിശ്രമിച്ചില്ല. പിന്നെ അദ്ദേഹത്തെ വിളിച്ചു കൊടുക്കുക ചെയ്തത് സെൻട്രൽ പാസ്റ്റർഷിപ്പ്. പാസ്റ്റർ TS എബ്രഹാം പറഞ്ഞ് ജോർജ് കുട്ടിക്ക് സെൻട്രൽ സ്ഥാനം വേണ്ടായോ? പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ പിന്നെ ഇതുവരെ എന്താ പറയാ, ഞാൻ പറഞ്ഞു കെട്ടേണ്ടി വരല്ലോ ഇത്. എന്നാൽ പിന്നെ ഇപ്പോഴാണ് അങ്ങനൊന്നും അല്ല. ഇപ്പൊ നമ്മൾ നന്നായി പരിശ്രമിച്ചാൽ സെൻട്രൽ പാസ്. അതെ അതെ അതെ, പരിശ്രമിച്ചാൽ ഇപ്പൊ ആകാം, കാശൊക്കെ ഉണ്ട്. അപ്പൻ അങ്ങനെ പണമില്ലായിരുന്നു. പണ്ടങ്ങനെ പറ്റും. അപ്പന് പണമില്ലായിരുന്നു, ഉള്ള പണം കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു ഇക്കാര്യങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ടാണ് ഇക്കാര്യങ്ങളൊക്കെ പിന്നോക്കം പോയത്. രാഷ്ട്രീയത്തിൽ അത് തന്നെയാണ്. നമുക്ക് അന്നും ഇന്നും IPC രാഷ്ട്രീയത്തിൽ പണം ഇറക്കിയേ നമുക്ക് വിജയിക്കാൻ കഴിയത്തുള്ളൂ. അന്നും പല രാഷ്ട്രീയമുള്ള കാലമാണ്. അത് പറഞ്ഞു വന്നപ്പോൾ സാറേ, ഈ IPCയുടെ പല ഗുണങ്ങൾ, പല കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ IPC ഈ കേരളത്തിലെ മറ്റ് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളെ അപേക്ഷിച്ച് IPC വളർന്നു, ശക്തമായ വളർച്ചയുണ്ടായി. ധാരാളം ലീഡേഴ്സ് ഉണ്ടായിരുന്നു, നല്ല പാസ്റ്റേഴ്സ്, നല്ല പ്രസംഗകർ, നല്ല എഴുത്തുകാർ, എല്ലാം
തികഞ്ഞ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയത്തക്ക നിലയിൽ ധാരാളമായി അല്ലെങ്കിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് IPC വളർച്ച പ്രാപിച്ചത്. എന്തായിരിക്കും അങ്ങനെ ഈ IPCയുടെ വളർച്ചയെക്കുറിച്ച് സാറൊന്ന് അനലൈസ് ചെയ്താൽ എന്ത് പറയുന്നു? സാറേ, IPCയുടെ വളർച്ചയിൽ ഏറ്റവും നിർണായകമായ ഘടകങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ദർശനമായിരുന്നു. ദർശനം. കാരണം ദാർശനികമായ റൂട്ട് ആൾക്കാർ തുടങ്ങിയാണ് ഈ സഭ. അതുകൊണ്ട് അതിനോടൊപ്പം തന്നെ അഭിഷേകം, ദൈവത്തിൻ്റെ അഭിഷേകം, മൂന്നാമത് ഐക്യത. ഈ ദർശന അഭിഷേകം ഐക്യത എന്നുള്ള IPCയുടെ കോർ വാല്യൂസ് ആയിരുന്നു. ഈ തുടങ്ങുന്ന കാലത്ത് ഇവരെല്ലാം തന്നെ സാധാരണക്കാരായിരുന്നു. സാധാരണക്കാരെ ആളുകൾ ഒരുമിച്ച് കൂടി വലിയ ദർശനം. അപ്പോൾ ഇന്ത്യയെ സുവിശേഷീകരിക്കാൻ വേണ്ടിയാണ് സഭ വിളിക്കപ്പെട്ടതെന്നുള്ള വലിയ ബോധ്യത്തോടെയാണ് IPC ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ എല്ലാ ഗ്രാമങ്ങളിലേക്കും കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ സഭയ്ക്ക് കഴിഞ്ഞതാണ്. പിന്നെ അഭിഷേകത്തിൻ്റെ അകമ്പടിയാണ്. അഭിഷേകമാണ് ഇവരിൽ വ്യാപരിച്ചിരുന്നത്. അപ്പോൾ എല്ലാ കൃപാവരങ്ങളും ശുശ്രൂഷ അവരിലുണ്ടായിരുന്നു. പോകുന്നിടത്തെല്ലാം അവർ അത്ഭുതങ്ങൾ കണ്ടു, രോഗസൗഖ്യങ്ങളെ, വിടുതലുകളെ. അപ്പം ജനങ്ങൾ കൂട്ടമായിട്ട് വരുന്നു. അപ്പോൾ ഈ കൃപാവരങ്ങളുടെ ശുശ്രൂഷ, അഭിഷേകത്തിൻ്റെ ശക്തി, ദൈവവചനത്തിൻ്റെ അഗാധമായ ജ്ഞാനം, ആ വചനത്തിലായിരുന്നു സഭ ഉറച്ചു നിന്നിരുന്നത്. മായം ചേർക്കാത്ത ദൈവവചനം. അപ്പം അതിൽ ആ വചനത്തിൽ അവർ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല. ആ വചനം കൃത്യമായിട്ട് പ്രസംഗിച്ചു. സുവിശേഷം കൃത്യമായിട്ട് അവിടെ പ്രസംഗിക്കപ്പെട്ടു. പിന്നെ ജനങ്ങളോടുള്ള സമ്പർക്കം എല്ലായിടത്തേക്കും IPC സഭ ശുശ്രൂഷകന്മാർ പോയി. അപ്പോൾ എല്ലാ ഗ്രാമങ്ങളിലും IPCക്ക് സഭകളുണ്ടായി, വേരുകൾ ഉണ്ടായി. അപ്പോൾ ആ ഒരു കാര്യം ശരിക്കും അത് പെനട്രേറ്റ് ചെയ്ത് കയറുമായിരുന്നു. അതിനകത്ത് സത്യത്തിൽ നമുക്ക് അന്നൊന്നും ഈ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലായിരുന്നു. ഇല്ല, അതാ ദർശനം. അപ്പോൾ സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ എല്ലാ കുറവും പരിഹരിച്ച ദർശനമാണ്, ഐക്യതയാണ്. അപ്പോൾ ഐക്യത ഉണ്ടായിരുന്നു, തമ്മിൽ ഭയങ്കര ഐക്യതയായിരുന്നു. കാരണം ആദിമ സഭയെപ്പോലെ തന്നെ IPCയുടെ ആരംഭകാലങ്ങളിൽ കൂട്ടായ്മ ഉണ്ടായിരുന്നു. തമ്മിൽ പങ്കുവെക്കാനും പരസ്പരം ബഹുമാനിക്കാനും എല്ലാം ഒന്നെന്ന് കാണാനും ഒക്കെ ഉള്ളൊരു മനസ്സ് അന്നുണ്ടായിരുന്നു. അല്ല, ആ സഭയിൽ തന്നെ ഈ രണ്ട് വലിയ ഭിന്നതകൾ ഉണ്ടായത്. ഭിന്നത ഉണ്ടാകുമ്പോൾ പോലും ആ ഭിന്നത എന്ന് പറയുന്ന ഒരു ഈ എന്താ പറയുന്നത്, അത് ചില വ്യക്തി താല്പര്യങ്ങളൊക്കെ ഉണ്ടാകാം, എല്ലാ ഭാഗത്തും ഉണ്ടാകാമല്ലോ. പക്ഷെ അത് പരിഹരിക്കാനുള്ള ഒരു ആഗ്രഹവും ഈ ഭിന്നത ഉണ്ടാക്കിയവരുണ്ടായിരുന്നു. അപ്പൊ ഈ രണ്ടാണ് ഭിന്നത ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. കാരണം ജനാധിപത്യ സഭയാണ്, ജനാധിപത്യ പിന്നെ സംവിധാനമാണ്, സഭയൊരു സൊസൈറ്റിയാണ്. ഇപ്പോൾ സൊസൈറ്റി ആകുമ്പോൾ സൊസൈറ്റിയുടെ ഭരണഘടനയുണ്ട്, ഭരണഘടന വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോൾ അത് നടപ്പാക്കുന്ന തരത്തിലുമൊക്കെ ചില അഭിപ്രായങ്ങളുണ്ടാകാം, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും സഭയുടെ സത്യത്തിൽ IPCയിൽ ഉണ്ടായ ഒരു ഭിന്നതയും ഉപദേശപരമായ കാര്യങ്ങളിലോ വേദപുസ്തകപരമായ കാര്യങ്ങളിലോ ഒന്നുമല്ല. ഇല്ല, ഇന്നും IPCയുടെ ഉപദേശങ്ങൾക്ക് ആർക്കും ഒരു പിന്നെ അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ. IPCയുടെ ഉപദേശം പൂർണ്ണമായിട്ടും പക്വതയുള്ള ഉപദേശമാണ്, പൂർണ്ണമായ ഉപദേശമാണ്. ആദിമ സഭയുടെ ഉപദേശം IPC അതുപോലെ സൂക്ഷിക്കുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങളാണ് സഭയ്ക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത്. ഉപദേശത്തിൽ സഭയ്ക്ക് ഒരു കുറവുണ്ടായിട്ടില്ല. ഇന്ന് ഉപദേശം പ്രസംഗിക്കപ്പെടുന്നു. പിന്നെ ഉണ്ടായ IPCയുടെ ഏറ്റവും വലിയ വളർച്ചയുടെ കാരണം സഭ തദ്ദേശീയമായി. അന്ന് വിദേശ മേൽക്കോയ്മയുള്ള സഭകളാണ് ഉണ്ടായത്. സത്യത്തിൽ പ്രധാനപ്പെട്ട സഭകളായ ചർച്ച് ഓഫ് ഗോഡും അസംബ്ലീസ് ഓഫ് ഗോഡും വിദേശ ഭരണത്തിന് കീഴിലായിരുന്നപ്പോൾ പാസ്റ്റർ K. എബ്രഹാം ഉൾപ്പെടെയുള്ള സഭ നേതാക്കന്മാർക്കും ഉണ്ടായ ദർശനം എന്താണ്? ഇന്ത്യൻ സഭ ഇന്ത്യൻ ഭരണത്തിൽ കീഴിലായിരിക്കണം, സഭ ദേശീയമായിരിക്കണം. അപ്പോൾ അങ്ങനെ വിദേശ മേൽക്കോയ്മ കൂടാതെ സഭയ്ക്ക് ഇന്ത്യയിൽ നിലനിൽപ്പുണ്ട്, അങ്ങനെയുള്ള ഒരു സ്വയം പര്യാപ്തമായ സഭയായിട്ട് വരണം എന്നുള്ള ഇൻഡിജീനിയസ് ആ ഒരു ദർശനം കൂടെ ഈ IPC സഭയ്ക്ക് മറ്റു സഭകളെക്കാട്ടി കൂടുതൽ വളർച്ച ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ട് തദ്ദേശീയരായിട്ടുള്ള ആളുകൾ ഓരോ സംസ്ഥാനങ്ങളിലും അത് ദേശീയ സഭയാണ്, ഇന്ത്യൻ സഭയാണെന്നുള്ള ആ ഒരു വലിയ ബാനറും കൂടെ സഭയെ ഒത്തിരി സഹായിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് സഭയുടെ ഒരു മറ്റ് പ്രസ്ഥാനങ്ങളെ അപേക്ഷിച്ച് IPCക്ക് ഉണ്ടായ ഒരു വളർച്ചയുടെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അതിന് ലീഡർഷിപ്പ് കൊടുത്ത ആളുകളെല്ലാം പലരെയും കണ്ടു അടുത്ത പരിചയമുള്ള ആളുകളാണല്ലോ. IPCയുടെ ലീഡേഴ്സിനെ കുറിച്ചൊന്ന് സംസാരിച്ചാൽ. ഇപ്പം ഞാൻ 3 വയസ്സുള്ളപ്പോഴാണ് ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ IPC ലീഡർഷിപ്പ് എടുത്താൽ തന്നെ ഈ ഇപ്പോഴത്തെ IPCയുടെ പല നിലകളിലുള്ള ലീഡേഴ്സ് അല്ലെങ്കിൽ ഈ തേർഡ് ലെയർ ആളുകളാണ് ഇപ്പോൾ മെർജ് ചെയ്ത് വന്നേക്കുന്നത് IPC. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പിതാക്കന്മാരെ കണ്ടവരോ അവരെ കേട്ടവരോ ഒക്കെ വളരെ കുറവാണ്. പുതിയ തലമുറയ്ക്ക് അവരെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഈ IPCയുടെ ഒരു ന്യൂനതയായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഈ നമ്മെ നയിച്ച അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി മാറിയ അവരുടെ ആശയങ്ങളെക്കുറിച്ചോ അവരുടെ ജീവിതത്തെക്കുറിച്ചോ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പഠിപ്പിക്കുന്നില്ല.
എന്ന് വെച്ചാൽ സഭയുടെ പിതാക്കന്മാരെക്കുറിച്ചോ സഭയ്ക്ക് നേതൃത്വം കൊടുത്ത ആളുകളെക്കുറിച്ചോ ഒന്നും പിൽക്കാല തലമുറകൾക്ക് ആർക്കും ഒന്നും അറിയത്തില്ല, അവരാരാന്നറിയത്തില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യം സഭയിൽ അങ്ങനെ നമ്മളങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് രണ്ട് അഭിപ്രായം കാണും. അത് എൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നവരും കാണും. പക്ഷേ എൻ്റെ ഒരു ചിന്ത, സഭയ്ക്ക് ലീഡർഷിപ്പിൽ നിന്ന ആളുകൾ അവരുടെ ജീവിതത്തെക്കുറിച്ചുകൂടെ എന്ത് ചെയ്യേണ്ടതാണ്, നമ്മൾ നമ്മുടെ തലമുറകളെ പഠിപ്പിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. പക്ഷെ അത് നമ്മുടെ സഭയിൽ ഉണ്ടായിട്ടില്ല. അതെ, പല മലങ്കര സഭകളൊക്കെ തന്നെ അത് പഠിപ്പിക്കാറുണ്ട്. ഇപ്പം തന്നെ എല്ലാ എപ്പിസ്കോപ്പൽ സഭകളിലും ചരിത്രം പഠിപ്പിക്കാറുണ്ട്. ഇപ്പം സഭയുടെ ചരിത്രമുണ്ട്. സഭാ ചരിത്രം, സഭയുടെ ആരംഭ പ്രവർത്തകർ, സഭയുടെ ആദ്യ കാലഘട്ടം എല്ലാം തന്നെ കൃത്യമായി മറ്റുള്ള സഭകളിലെ ജനങ്ങൾക്കറിയാം. ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് അത് കൃത്യമായിട്ട് അറിയാം. ഇപ്പം നമ്മുടെ IP സംബന്ധിച്ചോളം ഇന്നുള്ള സഭാ കൗൺസിൽ അംഗങ്ങളോ അല്ലെങ്കിൽ ഇന്നത്തെ ഈ സജീവമായിട്ട് സഭാരംഗത്തുണ്ടെന്ന് നമ്മൾ കാണുന്നവരൊക്കെ തന്നെ അവർക്ക് പോലും അറിയത്തില്ല. ഈ തലമുറ മാത്രമേ അവർക്ക് അറിയുള്ളൂ. കഴിഞ്ഞ 2 തലമുറകൾ അവർക്ക് കൃത്യമായ ധാരണ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് വ്യത്യസ്തമായ ചില നിലപാടുകളും കാഴ്ചപ്പാടുകളും അവർക്ക് ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അത് ഒരു കുറവായിട്ട് അവശേഷിക്കുകയാണ്. തീർച്ചയായിട്ടും പഠിക്കണം. ഞാൻ 3 വയസ്സുള്ളപ്പോഴാണ് ഫെയ്ത്തുമിലേക്ക് പോയത്. ഇപ്പം കഴിഞ്ഞ 60 വർഷമായിട്ട് ഞാൻ ഫെയ്ത്തും ആരംഭിച്ചിട്ട്, ഞാൻ 60 വർഷമായിട്ട് സഭയെ അടുത്ത് കണ്ട ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ആ കാലഘട്ടത്തിൽ സഭയ്ക്ക് ലീഡർഷിപ്പ് കൊടുത്ത ഈവൻ കെ എബ്രഹാമിനെ തൊട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. അതെ, പാസ്റ്റർ കെ എബ്രഹാമായിട്ട് ഞാൻ അടുത്ത് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടെ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം എൻകറേജ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പാസ്റ്റർ PM സാമുവൽ, പാസ്റ്റർ TG ഉമ്മൻ, പാസ്റ്റർ KC ചെറിയാൻ, KJ സാമുവൽ, ഇങ്ങനെയുള്ള എല്ലാ പാസ്റ്റർ VT തോമസ്, ഇങ്ങനെയുള്ള നിരവധി IPC നേതാക്കന്മാരോട് അടുത്ത് കാണാനും അവരുടെയൊക്കെ ശുശ്രൂഷ കാണാനും. ഇപ്പം കുമ്പനാട് കൺവെൻഷൻ ഞാൻ 60 വർഷം മുമ്പ് സ്റ്റേജ് ചെയ്യുന്ന ആളാണ്. 60 വർഷം മുമ്പ് സ്റ്റേജ് ചെയ്യുന്ന ആളാണ്. അന്ന് സ്റ്റേജ് കയറ്റുമായിരുന്നോ? അല്ല, സ്റ്റേജ് ഇരുന്ന കസരല്ല, തറയിരുന്ന. 3 വയസ്സുള്ളപ്പോൾ ഞാൻ ഈ ആൾക്കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഫാറ് സ്റ്റേജിൻ്റെ പുൽപ്പായിലെടുത്തുമായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നു. അപ്പോൾ അവിടെ എന്നോടൊപ്പം വേറെ 1-2 കുട്ടികളുമുണ്ട്. അപ്പം ഞാൻ 3-4 വയസ്സുള്ളവർ കൺവെൻഷൻ പോയി തുടങ്ങിയ ആളാണ്. അപ്പോൾ ആ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് ഞാൻ കണ്ട നേതാക്കന്മാരുണ്ട്. പാസ്റ്റർ കെ എബ്രഹാം പ്രസംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇവരെല്ലാം അവർ പ്രസംഗങ്ങളെ, അന്നത്തെ ആ പന്തലിൽ വ്യാപരിച്ച ദൈവശക്തി, അവിടെയുള്ള ആത്മീയ വ്യാപാരം, ജനങ്ങളൊക്കെ അതായത് പിരിഞ്ഞു പോകാൻ കഴിയാതെ അർദ്ധരാത്രി വരെ കൺവെൻഷൻ പോയ അനേക വർഷങ്ങളുണ്ട്. എന്നിട്ട് അവിടെ തന്നെ ജനം താമസിക്കുകയാണ്. കാരണം അവർ പിരിഞ്ഞു പോകുന്നില്ല. വരുന്നവരൊക്കെ ഒരാഴ്ചയോളം കുമ്പനാട് ക്യാമ്പ് ചെയ്യാണ്. പിന്നെ അവിടെയുള്ള ഭവനങ്ങളൊക്കെ തന്നെ ആളുകൾ താമസിക്കുന്നു. അല്ല, ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ, അതായത് ഞാൻ കുമ്പനാട് കൺവെൻഷന് വന്നു തുടങ്ങിയ കാലത്ത് ഞാനൊക്കെ താമസിച്ചിരുന്നത് അയൽവക്കത്തെ മർത്തുമക്കാരുടെയൊക്കെ വീടുകളിലൊക്കെ താമസിച്ചു. അവിടെ ഒരു 5-10 മൈലിനകത്തുള്ള കുടുംബങ്ങളൊക്കെ തന്നെ ആള് താമസിച്ചിട്ടുണ്ട്. ഇപ്പൊ 5 മൈല്, പോതറ, വിശ്വാസികൾക്ക് വേണ്ടി, കുമ്പനാട് വരുന്നവർക്ക് വേണ്ടി തുറക്കപ്പെട്ട വീടുകളാണ്. അതെ, ആ ഭാഗത്തുള്ള എല്ലാ ക്രൈസ്തവ വീടുകളോ അല്ലെങ്കിൽ അക്രൈസ്തവ വീടുകൾ പോലും കുമ്പനാടേക്കാണ് വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തീർത്ഥാടനം പോലെയാണ് ഇവർക്ക്. അവർ വരുന്ന പോലെയാണ്. ഇവരെ താമസിപ്പിക്കുക എന്നുള്ള അവർക്ക് എന്തോ പുണ്യം കിട്ടുന്ന പോലെയാണ്. ഇവർ അക്രൈസ്തവർ പറയും ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുക, അവർക്കൊരു അനുഗ്രഹം കിട്ടുന്ന പോലെ. അത്രയ്ക്ക് ആത്മീയ ദർശനമുള്ള, അപ്പോൾ ഈ വരുന്നവരിലുള്ള ഒരു ദൈവകൃപയുണ്ടായിരുന്നു. അവർക്ക് ഈ ദൂരെ നിന്ന് വരുന്നവരാണ്, നടന്നാണ് വരുന്നത്. ഇപ്പം ഞാൻ ഈ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴൊക്കെ അവിടെ അപ്പച്ചന്മാർ പറഞ്ഞിട്ടുണ്ട്, ചൂട്ടുകറ്റയുമായിട്ടൊക്കെ അവർ പെട്രോൾ മാക്സുമായിട്ടൊക്കെ നടന്ന് വന്നിട്ട് നടന്ന് തിരിച്ചു പോകാണ്. അനേകം മണിക്കൂർ തിരിച്ചു പോകാണ്. പിന്നെ പിറ്റേ ദിവസം വരികയാണ്. അപ്പോൾ അവരുടെ ത്യാഗം, അവരുടെയൊക്കെ ആ കഷ്ടപ്പാടുകളൊക്കെ ഭയങ്കരമായ ദൈവത്തിൻ്റെ കൃപ സഭയിൽ വ്യാപരിക്കാനും സഭയുടെ വളർച്ചയ്ക്കും സഭയുടെ ആത്മീയ ശക്തീകരണത്തിനും അനുഗ്രഹത്തിനും പിന്നീട് തലമുറയെ വാർത്തെടുക്കുന്നതിലും ഒക്കെ ഭയങ്കരമായി ശക്തീകരിച്ച ഘടകങ്ങളാണ്. പക്ഷേ അതൊക്കെ നമുക്ക് അന്യം നിന്ന് പോയി, അതൊക്കെ വളരെയധികം കുറഞ്ഞു പോയി. അതൊക്കെയാണ് ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ. ഇപ്പോഴും ഞാനിപ്പോൾ ഈ മാരാമൺ കൺവെൻഷനെ കുറിച്ച് ഓർക്കുകയായിരുന്നു. ഇപ്പോഴും മാരാമൺ കൺവെൻഷൻ്റെ പന്തൽ ഓല കൊണ്ടുള്ള പന്തലാണ്. അത് ഇടവകളിലെ യുവജന സഖ്യവും ഒക്കെ ഉണ്ടാക്കി അവർ കൊണ്ടുവന്ന് അവരാണ് ഇടുന്നത്. അതെ അതെ, നമ്മൾ വലിയ പ്രൊഫഷണലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 10-30 ലക്ഷം രൂപയുടെ പന്തൽ എന്ത് ചെയ്യാണ്, ഓർഡർ കൊടുത്തിരിക്കുക. അതെ, പണ്ട് പന്തലിടുന്നത് നമ്മുടെ സഭകളായിരുന്നു. അന്ന് നമ്മുടെ ആളുകൾ ഓരോ ലോക്കൽ സഭകളിൽ നിന്ന് ഓല മെടഞ്ഞ് കൊണ്ടുവന്ന് തൂണുകളായിട്ട് വന്ന് അനേക സഭകൾ ചേർന്ന് പന്തലിടുന്നത്. അന്ന് പന്തലിടുന്നതിന് പ്രത്യേക ഇന്നത്തെ പോലെ കാൽ നാട്ടി പത്രത്തിൽ കൊടുക്കുകയല്ല, അത് ഭയങ്കര പ്രാർത്ഥനയോടെ. അല്ല, അന്ന് പന്തലിടുന്നവർ പോലും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരായിരിക്കണം എന്ന് വരെ എന്നുണ്ടായിരുന്നു. പക്ഷേ കെ എബ്രഹാമിന് നിർബന്ധമുണ്ടായിരുന്നു. അതെ, അന്ന് അഭിഷേകം പ്രാപിച്ചവരായിരിക്കണം സഭയുടെ പന്തലിടുന്ന പോലും.
അത് കഴിഞ്ഞിട്ടില്ലേ മറ്റുള്ള കാര്യങ്ങൾ, സഭയുടെ കാര്യങ്ങൾ. ഇപ്പോൾ കമ്മിറ്റിക്കാർ ഒക്കെ വരുന്നവർ തീർച്ചയായിട്ടും അഭിഷേകം പ്രാപിച്ചായിരിക്കണം. ഇപ്പോൾ അഭിഷേകം പ്രാപിച്ചൊരു കമ്മിറ്റി ഉണ്ടെങ്കിൽ എൻ്റെ സാറേ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. എങ്ങനെ ഈ അഭിഷേകമുള്ള ആളുകൾ ആത്മാവ് നടത്തുന്ന ആളുകൾക്ക് എങ്ങനെ ഭിന്നത ഉണ്ടാക്കാൻ പറ്റും, അല്ലെ ഭിന്നത വ്യാപരിപ്പിക്കാൻ പറ്റും, അല്ലെ ഭിന്നത നിലനിർത്താൻ പറ്റത്തില്ല. അതിൽ ആത്മാവ് അവരെ ആ നിലയിലേക്ക് നയിക്കത്തില്ല. അപ്പോൾ അവരെ ആത്മാവ് മടക്കി കൊണ്ടുവരും. ഐക്യത്തിൻ്റെ ആത്മാവായിട്ട് അവർ മുമ്പോട്ട് പോകും. അതാണ് നമ്മൾ സഭയ്ക്ക് കൈമോശം വന്നത് ആത്മശക്തിയാണ്. ശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് നഷ്ടപ്പെട്ടു. അതെ, ആത്മനിയന്ത്രണമുള്ള നേതാക്കന്മാരും ആത്മശക്തിയുള്ള സഭാ സമൂഹവും നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സമ്പത്തിനും അല്ലെങ്കിൽ അധികാരത്തിനും അല്ലെങ്കിൽ പ്രതാപത്തിനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രംഗത്തേക്ക് സഭ കൂടുതൽ ശ്രദ്ധിക്കുന്നു. ആ ഒരു പ്രയാണം സഭയുടെ ഭാവിക്കോ അല്ലെങ്കിൽ സഭയുടെ ഇന്നത്തെ തലമുറയ്ക്കോ നല്ലതല്ല, അനുഗ്രഹമല്ലെന്നാണ് എൻ്റെ എളിയ പഠനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സഭയ്ക്കൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയുള്ള ആഗ്രഹവും പ്രാർത്ഥനയും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന ആശയം അന്നത്തെ ലീഡേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അവർക്കുണ്ടായിരുന്ന ഒരു ദൈവകൃപ, അവർക്കുണ്ടായിരുന്ന സമർപ്പണ ജീവിതം, ഇതെല്ലാം ആണ് IPCക്ക് ഒരു അടിത്തറയായി മാറിയത്. അവരെ അടുത്ത് കണ്ട ഒരാളെന്നുള്ള നിലയിൽ അവരിൽ ചിലരെ കുറിച്ചുള്ള ഒരു നിരീക്ഷണം പറയാൻ പറ്റുന്ന ഒരാളാണ് സ്റ്റാൻലി ജോർജ്. തീർച്ചയായിട്ടും പറയാൻ കഴിയും. കെ എബ്രഹാമിനെ കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. എന്നാൽ കെ എബ്രഹാമിനെ പോലെ തന്നെ അതേ തുല്യതയിൽ നമുക്ക് കാണേണ്ട പലരും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലുണ്ട്. പിന്നെ പിൽക്കാലത്ത് വന്ന ഒരു കുഴപ്പം എന്ന് പറയുന്നത് കെ എബ്രഹാം മാത്രം പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന് മാത്രം പ്രൊജക്റ്റ് ചെയ്യുവാനുള്ള പല കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം കുമ്പനാട്ട് താമസിച്ചു. രണ്ട്, അദ്ദേഹം തൻ്റെ ആത്മകഥ വളരെ വിശദമായിട്ട് എന്ത് ചെയ്തു, എഴുതി വെച്ചു. അതെ. അപ്പം സഭയുടെ ഒരു ചരിത്ര രേഖ അന്വേഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആകെപ്പാടെയുള്ള ഒരു രേഖയായിട്ട് കെ എബ്രഹാമിൻ്റെ പുസ്തകം മാറ്റപ്പെട്ടു. അങ്ങനെ മാറ്റപ്പെട്ടതുകൊണ്ട് കെ എബ്രഹാം പറഞ്ഞത് മാത്രമാണ് സഭയുടെ ചരിത്രം എന്നുള്ള നിലയിലേക്ക് പിൽക്കാലത്ത് വ്യാഖ്യാനങ്ങളുണ്ടായി. അപ്പോൾ കെ എബ്രഹാമിനെ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് പോയപ്പോൾ അദ്ദേഹത്തോടൊപ്പം സമതുല്യരായിരുന്ന ലീഡേഴ്സ് തമസ്കരിക്കപ്പെട്ടു. അവരെക്കുറിച്ച് ആർക്കും അറിയത്തില്ല. PM സാമുവലിനെ കുറിച്ച് പറഞ്ഞാൽ IPCയിൽ എത്ര പാസ്റ്റേഴ്സിന് അറിയാമെന്ന്? KJ സാമുവലിനെ കുറിച്ച് പറഞ്ഞാൽ ആർക്കറിയാം? PT ചാക്കോയെ കുറിച്ച് പറഞ്ഞാൽ ആർക്കറിയാം? അതെ, പാസ്റ്റർ PT ചാക്കോയെ കുറിച്ച് ഞാൻ ഒരു പുസ്തകം എഴുതിയത്. കാരണം അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ കേട്ടപ്പോൾ ഒരു പുസ്തകം എഴുതണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ പുസ്തകം എഴുതി. പക്ഷേ PM സാമുവലിനെ കുറിച്ചുള്ള പുസ്തകം ഞാൻ പബ്ലിഷ് ചെയ്തു. പക്ഷേ മാത്യു സാമുവൽ എഴുതി, ഞാൻ തിരുവല്ലയിൽ പ്രിൻ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തു. കാരണം ആന്ധ്രയിലേക്ക് അവർ പോയപ്പോൾ അവിടെ നടന്ന വലിയ സഭാ വളർച്ച, വലിയ ആത്മപ്രഭാവം. ആന്ധ്രയിലെ IPCയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാവുന്ന അപ്പുറമായ വളർച്ച. ഗ്രാമങ്ങൾ തോറും ഗ്രാമാന്തരങ്ങളിലേക്ക് സഭ വ്യാപരിക്കുകയും ഗ്രാമങ്ങൾ തന്നെ സഭയിലേക്ക് വരികയും ചെയ്ത സംഭവമുണ്ട്. വാറങ്കലൊക്കെ ആയിരക്കണക്കിന് ആളുകളാണ് ഒരു ലോക്കൽ സഭ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ കമ്പയർ ചെയ്ത് ആന്ധ്രാപ്രദേശിലെ മന്ത്രിമാർ കുമ്പനാട് വന്ന് പ്രസംഗിച്ചിരുന്നൊക്കെയുണ്ട് അല്ലേ? ഏലൂരിലുണ്ടായിരുന്ന മന്ത്രി ദേവാനന്ദ റാവു, ഞാൻ ഓർക്കുന്നുണ്ട്, കുമ്പനാട് വന്ന് പ്രസംഗിച്ചു. 75 അദ്ദേഹം വരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹം ടൂറിസം മന്ത്രിയായിരുന്നു ആന്ധ്രയിൽ. ഞാൻ ഇന്നും ഓർക്കുന്നു അദ്ദേഹം വന്നതും അത് ഫാസ്റ്റ് കെ എബ്രഹാത്തെ സ്വീകരിക്കുന്നതും കൺവെൻഷൻ പ്രസംഗിക്കുന്നതും. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് PYPAക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തത്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ടൂറിസം മന്ത്രിയാണ്. സ്റ്റേറ്റ് കാറിൽ അദ്ദേഹം വന്നത്. അപ്പോൾ അങ്ങനെ അത് ഏലൂർ സഭാംഗമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വലിയ നിലയിൽ ഏലൂരിൽ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തും ഗവൺമെൻറ് തലത്തിലൊക്കെ സഭാംഗങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ആന്ധ്രയിലേക്ക് പല വർഷം കൺവെൻഷൻ പോയിട്ടുണ്ട്. വിജയവാഡ കൺവെൻഷൻ പങ്കെടുത്തിട്ടുള്ള ഞാൻ പോയി പങ്കെടുത്തിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പക്ഷേ KC ചെറിയൻ കർണാടകയിലേക്ക് പോയി. അദ്ദേഹം അവിടെ ആ സമയത്ത് വേണ്ടവിധം സഭ പുരോഗമിച്ചില്ല. അദ്ദേഹം രോഗബാധിതനായിട്ട് തിരിച്ചു പോരുന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടെ പിന്നെ ആ കർണാടകയിലുണ്ടായ ആ മുന്നേറ്റം അടുത്ത കാലങ്ങളിലാണ് അത് വീണ്ടും അന്നത്തെ ആ ഒരു വിതച്ച വചനം ഈ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായിട്ട് കർണാടകയിലും ശക്തമായ നിലയിൽ IPC പ്രസ്ഥാനം പുരോഗമിക്കുന്ന 1000-ഓളം സഭകൾ ഇന്ന് കർണാടകയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പാസ്റ്റർ K എബ്രഹാമിനെ പോലെ തന്നെ അദ്ദേഹം കേരളത്തിൻ്റെ ചുമതലയിൽ ആയിരുന്നു. അദ്ദേഹത്തോടൊപ്പം എത്രയോ സഹപ്രവർത്തകർ. കർണാടകയിൽ ഇപ്പോൾ ഉണ്ടായ വലിയ വളർച്ചയ്ക്ക് ഞാൻ പാസ്റ്റർ സാം ജോർജ് ഒരു മുഖാന്തരമായിട്ട് മാറി. അദ്ദേഹം അതിന് സാമ്പത്തികമായിട്ട് അദ്ദേഹം ഒത്തിരി സ്പോൺസർ ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. പക്ഷേ അവിടെയുള്ള പാസ്റ്റർമാരുടെ കമ്മിറ്റ്മെൻറ്റും പ്രത്യേകിച്ച് കന്നഡ പാസ്റ്റർമാർ ധാരാളം കടന്നു വരികയും അവർ കന്നഡ ഭാഷക്കാരുടെയിലേക്ക് സഭ വളർച്ച ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ അത്
അതൊരു വലിയ മുന്നേറ്റമായിട്ട് മാറി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ലീഡേഴ്സ്, ഈ സഭയെ വളർത്തിയ ആ ലീഡേഴ്സ്, അതായത് നമ്മളീ പറഞ്ഞ കെ എബ്രഹാമിനെ പോലെ തന്നെ തുല്യരായ PM സാമുവേൽ, ഈവൻ PM ഫിലിപ്പ് വരെയുള്ള ലീഡേഴ്സ്. അതെ അതെ. അപ്പോൾ അവർ പലരും പല കാലഘട്ടങ്ങളിൽ ഈ സഭയ്ക്ക് പല നിലകളിൽ നേതൃത്വം കൊടുത്തവരാണ്. ഇവരെല്ലാം ഒന്നിച്ചു നിന്നവരാണ്. അതെ അതെ. വിയോജിപ്പുകൾ ഇവർക്കെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ആത്മാവിന്റെ ഐക്യതയിൽ ഇവർ പിന്നീടും എന്ത് ചെയ്തു, ചേർന്ന് വരികയും. അന്നത്തെ നേതാക്കന്മാർക്കെല്ലാം അവർ വ്യത്യസ്തരായിരുന്നു. ഓരോരുത്തർക്കും ഓരോ രംഗത്ത് അധികാരികളായിരുന്നു അവർ. ഇപ്പം തന്നെ പാസ്റ്റർ കെ എബ്രഹാം അപ്പോസ്തോലിക ശുശ്രൂഷയാണ് സഭാ നേതൃത്വത്തിലും ആളുകളെ പരിശീലിപ്പിക്കുന്നതിലും അല്ലെങ്കിൽ ആളുകളെ വളർത്തിക്കൊണ്ടുവരുന്നതിലും അല്ലെങ്കിൽ പാസ്റ്റർമാരെ ആ നിലയിൽ അദ്ദേഹം ആ രംഗത്ത് അദ്ദേഹം ഏറ്റവും വലിയ നേതാവായിരുന്നു. പാസ്റ്റർ TG ഉമ്മൻ വേദപുസ്തക വചനത്തിൽ പഠിപ്പിക്കുന്നതിലും ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുക, അദ്ദേഹം വചനത്തിൻ്റെ ഒരു വലിയ നേതൃത്വത്തിൽ അദ്ദേഹം കടന്നു വന്നു. പാസ്റ്റർ PM ഫിലിപ്പ് അത് ചെറുപ്പമായിരുന്നെങ്കിൽ പോലും സുവിശേഷ പ്രസംഗം അതിൽ അദ്ദേഹം ഏറ്റവും വലിയ മികച്ച ഒരു ശുശ്രൂഷകനായിരുന്നു. സുവിശേഷം പ്രസംഗിക്കുക എല്ലായിടത്തും, ഇന്ത്യ മൊത്തം. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഓരോ മേഖലകളിൽ തന്നെ ദൈവം അവരെ അതിശക്തമായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ അതെല്ലാം സഭയുടെ മുതൽക്കൂട്ടാണ്. ഇവരെല്ലാം കൂടെ ചേരുന്ന ശുശ്രൂഷ വൃന്ദം എന്നല്ലേ പറയുന്നത്. സഭയ്ക്ക് ശുശ്രൂഷ വൃന്ദമുണ്ട്. അത് നക്ഷത്രം തമ്മിലുള്ള ആ ഒരു തേജസ് വ്യത്യാസം പോലെ തന്നെ എല്ലാവരും നക്ഷത്രമാണെന്ന് പറഞ്ഞാൽ പോലും ഓരോരുത്തർക്കും ഓരോ കൃപകളാണ് വളരെ വ്യത്യസ്തമായ നിലയിൽ അവർ പല നിലകളിൽ സഭയ്ക്ക് നേതൃത്വം. അല്ല, അന്ന് സഭയിൽ ഇന്നില്ലാത്ത പല സംവിധാനമുണ്ട്. അന്ന് അപ്പോസ്തലന്മാരുണ്ട് സഭയിൽ, അന്ന് സഭയ്ക്ക് ഇടയന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ടായിരുന്നു, പിന്നെ ഉപദേഷ്ടാക്കന്മാരുണ്ടായിരുന്നു, സുവിശേഷം ഉണ്ടായിരുന്നു. ഇന്ന് സുവിശേഷ സഭയ്ക്കില്ല, അതിന് പാസ്റ്റർമാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്തോ കുറവാണ്. ഇപ്പോൾ ആളുകൾക്ക് എന്തോ ഇതൊരു കുറവാണ്, ഇനി എന്ന് പാസ്റ്റർ ആകുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ സുവിശേഷം മൂത്തല്ല പാസ്റ്റർ ആകുന്നത്. സുവിശേഷം എന്നുള്ള സഭയിലെ ഒരു ഓഫീസായിട്ട് ദൈവം വെച്ചിരിക്കുന്ന അതെ, പുതിയ സഭ വെച്ചിരിക്കുന്ന ഓഫീസാണ്. പക്ഷെ അത് നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. നമ്മൾ ഇപ്പം ഞാനൊരു മാധ്യമ പ്രവർത്തകനായിട്ടാണ് എന്നെ ദൈവം അതിനുവേണ്ടി വിളിച്ചതാണെന്നും ദൈവം എനിക്ക് എഴുതാനുള്ള കഴിവാണ് തന്നത്, അല്ലെങ്കിൽ പിന്നെ മാധ്യമ പ്രവർത്തനം നടത്താനുള്ള കഴിവാണ് തന്നതെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ അതിനെ ഒരു മിനിസ്ട്രി ആയിട്ടോ അത് ഒരു ശുശ്രൂഷയായിട്ട് കണക്കാക്കാൻ സഭയ്ക്ക് എന്ത് ചെയ്യുന്നില്ല. അല്ല, അത് ഈ പുതിയ നിയമസഭയുടെ ശുശ്രൂഷകളെക്കുറിച്ചും ശുശ്രൂഷ വൃന്ദങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം അത് ശരിയായിട്ട് വേദപുസ്തകത്തിൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ശുശ്രൂഷകളാണ്. ഇപ്പം പ്രവാചകർ എന്ന് പറയുന്നത് അതൊരു ശുശ്രൂഷയാണ്, ഇടയന്മാർ ശുശ്രൂഷയാണ്, ഉപദേഷ്ടാക്കന്മാർ, അധ്യാപകർ തന്നെ സഭയിലുണ്ട്. അപ്പോൾ ഇന്ന് ഔദ്യോഗികമായിട്ട് അവരെ ആരും അങ്ങനെ അംഗീകരിക്കുന്നില്ല. ഒരു പാസ്റ്റേഴ്സും എല്ലാം പാസ്റ്റേഴ്സ് അങ്ങനെ ആയിപ്പോയി. എന്തോ പാസ്റ്റർമാരല്ലെങ്കിൽ എന്തോ കുറവുണ്ട്, അല്ലെ അംഗീകരിക്കപ്പെടത്തില്ല എന്നൊരു തോന്നലോ എന്തോ, എല്ലാവരും പാസ്റ്ററാകണം. അപ്പോൾ അതുകൊണ്ട് ആ നിലയിലേക്ക് സഭ ഈ അപ്പോസ്തോലിക കാലത്തെ പോലെ എല്ലാ നിലയിലും മാറി വരണം, ആ ലെവലായി തീരണം. അതാണ്. ഓക്കെ സാറേ, IPCയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ സഭ മുൻകാലങ്ങളെ പോലെ തന്നെ ശക്തന്മാരായ ലീഡേഴ്സുള്ള സഭയായിട്ട് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ 2 പാസ്റ്റേഴ്സിൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ അനുഭവങ്ങൾ പൂർണ്ണമായിട്ട് പറയുവാനൊന്നും ഇത് ഒരു വേദിയല്ല, അവസരമല്ല. പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പറയുവാൻ സാധിക്കും. പക്ഷേ സഭയെ സ്നേഹിക്കുന്ന ഒരു തലമുറയുടെ ഭാഗമാണ് ഞങ്ങളെപ്പോലുള്ളവർ. അതുകൊണ്ട് തന്നെ സഭ കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇടക്കാലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന തളർച്ചകൾ, പാകപ്പിഴകളൊക്കെ മാറ്റിയിട്ട് കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകുവാൻ സഭയ്ക്കിടയാക്കട്ടെ. നമ്മുടെ പിതാക്കന്മാർ ഏത് ആശയത്തിനു വേണ്ടി നിലകൊണ്ടോ, ഏത് വിശ്വാസത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചോ അവർ വില കൊടുത്തിറങ്ങിയവരാണ്. അവരുടെ മക്കൾ, അവരുടെ പുതിയ തലമുറ അതേ വിശ്വാസ തീവ്രതയിൽ നിൽക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്റ്റാൻലി ജോർജിനോട് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു.